കോട്ടയത്ത് നിന്നും പിണറായി സർക്കാരിനെ വിറപ്പിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ മാസ് എൻട്രി. കേരളം കണ്ട ഏറ്റവും വലിയ ഡാറ്റ മോഷണത്തിന്റെ ഞെട്ടിക്കുന്ന കൂടുതൽ വിവരങ്ങളാണ് അദ്ദേഹം ഇന്ന് പുറത്തുവിട്ടിരിക്കുന്നത്. ഒരു പൗരന്റെ സ്വകാര്യതയിലേക്ക് സർക്കാർ ഇത്ര ക്രൂരമായി കടന്നുകയറുന്നത് ജനാധിപത്യത്തിന് തന്നെ ഭീഷണിയാണ് എന്നും അദ്ദേഹം ആഞ്ഞടിക്കുകയാണ്. നമ്മുടെ ഫോൺ നമ്പറുകൾ എങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തിയെന്ന ചോദ്യത്തിന് മുന്നിൽ ഭരണകൂടം ഇന്ന് ഉത്തരം മുട്ടി നിൽക്കുകയാണ്. സർക്കാർ ജീവനക്കാരുടെ ഡാറ്റ ചോർച്ച വെറുമൊരു സാങ്കേതിക പിഴവല്ല, മറിച്ച് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് നടത്തിയ ആസൂത്രിത നീക്കമാണെന്നും സതീശൻ അക്കമിട്ട് നിർത്തുകയാണ്. നിയമസഭയിൽ പ്രതിപക്ഷം ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാത്ത സർക്കാർ ഇപ്പോൾ കോടതിയിൽ നിന്നും മുഖത്തടിയേറ്റിരിക്കുകയാണ്. സ്പാർക്ക് പോർട്ടലിലെ വിവരങ്ങൾ മോഷ്ടിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നൽകിയ കത്തുകൾ ഓരോന്നായി പുറത്തു വരുമ്പോൾ പിണറായി വിജയൻ നേരിട്ട് ഇതിന് മറുപടി പറയേണ്ടി വരുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഈ നയം ഇനിയും അനുവദിക്കില്ല എന്നും ഇതിന് പിന്നിലെ ഓരോ ഉദ്യോഗസ്ഥനെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതുവരെ UDF പിന്നോട്ടില്ല എന്നും അദ്ദേഹം കോട്ടയത്ത് വെച്ച് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അഴിമതിയും ഡാറ്റ മോഷണവും ഒരു ഭരണശൈലിയായി മാറ്റിയ ഈ സർക്കാരിനെതിരെ അതിശക്തമായ ജനകീയ പോരാട്ടം തുടങ്ങാനാണ് തീരുമാനം. എന്തായാലും അദ്ദേഹത്തിന്റെ പ്രതികരണ വീഡിയോ മുഴുവനായി നമുക്കൊന്ന് കണ്ടു നോക്കാം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ള സമയത്ത് സർക്കാർ ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനങ്ങളായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷമായി ചെയ്യാൻ മടിച്ച കാര്യങ്ങൾ ചെയ്യുമെന്നുള്ള പ്രഖ്യാപനം നടത്തിയാണ്. ആദ്യത്തേത് ശമ്പള കമ്മീഷന്റെ പ്രഖ്യാപനമാണ്. 2024 ശമ്പള കമ്മീഷൻ പ്രഖ്യാപിക്കേണ്ടിയിരുന്നത്. ശമ്പള കമ്മീഷന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ആ ശുപാർശകൾ നടപ്പിലാക്കേണ്ട സമയം കഴിഞ്ഞു. ഇപ്പൊ ശമ്പള കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇനി അവർ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ പുതിയ ഗവൺമെന്റ് വരും. അപ്പൊ അതിന്റെ സാമ്പത്തിക ബാധ്യത മുഴുവൻ പുതിയ ഗവൺമെന്റിന്റെ തലയിൽ കെട്ടിവെച്ചുകൊണ്ടുള്ള നിലപാടാണ് ഇവർ സ്വീകരിച്ചിരിക്കുന്നത്. ഒന്ന്. രണ്ടാമത്, ഇപ്പൊ PSC അവിടെ പ്രായപരിധി ഉയർത്തിയിരിക്കുന്നത്. പോകുന്ന പോക്കിലാണ് പ്രായപരിധി ഉയർത്തിയിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിൽ മുട്ടിലലഞ്ഞു, ടാറിട്ട റോഡില് കിടന്നു ഉരുണ്ടു, ഒരുപാട് സമരങ്ങൾ നടത്തി. അവിടെ പലതരത്തിൽ PSC അപ്പോയിന്റ്മെന്റുകളൊന്നും പ്രോപ്പറായിട്ട് ഗവൺമെന്റ് നടത്തിയില്ല എന്ന് മാത്രമല്ല, പിൻവാതിൽ നിയമനങ്ങൾ നടത്തിയ ഏറ്റവും റെക്കോർഡിട്ട സർക്കാരാണ് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ പിൻവാതിൽ നിയമനങ്ങൾ, മുഖ്യമന്ത്രിയുടെ വകുപ്പുകൾ ഉൾപ്പെടെയുള്ള നിരവധി വകുപ്പുകൾ, ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളെ പിൻവാതിലൂടെ നിയമിച്ച് സംവരണം പോലും അട്ടിമറിച്ചു. പിൻവാതിൽ നിയമനത്തിൽ പിന്നോക്ക വിഭാഗക്കാർക്കോ SC/ST വിഭാഗങ്ങൾക്കോ ഒന്നും ഒരു സംവരണമില്ല. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനെ നോക്കുകുത്തികളാക്കിക്കൊണ്ട് പിന്നിൽ നിന്നുള്ള പിൻവാതിൽ കൂടിയുള്ള അപ്പോയിന്റ്മെന്റ് നടത്തിയ സർക്കാർ. അതിന്റെ റെക്കോർഡാണ് ഈ സർക്കാരിന് എല്ലാ കാര്യത്തിലും ഉള്ളത്. എന്നിട്ടാണ് ഇപ്പൊ PSCയുടെ സമയം കൂട്ടിയെന്ന് പോകുന്ന പോക്കിൽ ഒരു പ്രഖ്യാപനമാണ്. മൂന്നാമത്തെ കാര്യം, ബെഞ്ചമിൻ കോശി ആ കമ്മീഷന്റെ റിപ്പോർട്ട് ഇപ്പോഴാണ് നടപ്പാക്കുമെന്ന് പറയുന്നത്. പോണ പോക്കിൽ 2023 ആ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചാണ്. 3 കൊല്ലം ഇവർ എന്തെടുക്കുകയായിരുന്നു 3 വർഷക്കാലം. 3 വർഷക്കാലം ഒന്നും ചെയ്യാതെ അത് പൂഴ്ത്തിവെച്ചിട്ട് ഇപ്പോൾ ചില പ്രഖ്യാപനങ്ങൾ നടത്തിയാണ്. പബ്ലിഷ് ചെയ്തിട്ട് പോലുമില്ല ഈ റിപ്പോർട്ട്. ഇതുവരെ പബ്ലിഷ് ചെയ്യാതെ പൂഴ്ത്തിവെച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് ശക്തമായ പ്രതിഷേധം വന്നപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അത് പ്രസിദ്ധീകരിക്കുക. ഇവർക്ക് നടപ്പാക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. കാരണം അടുത്ത മാർച്ച് ഫസ്റ്റ് വീക്ക് തൊട്ട് തെരഞ്ഞെടുപ്പിന്റെ ഇത് വരികയാണ്. തെരഞ്ഞെടുപ്പിന്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു കാര്യവും ചെയ്യേണ്ടി വരില്ല. അപ്പൊ പോകുന്ന പോക്കിൽ പ്രഖ്യാപനം നടത്തിയ എന്ന് ചോദിച്ചാൽ നടപ്പാക്കും എന്ന് പറഞ്ഞാൽ നടപ്പാക്കും. എന്നാൽ പ്രായോഗികമായിട്ട് ഇതൊന്നും നടപ്പാക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ്. അപ്പൊ ഗവൺമെന്റ് പോകുന്ന പോക്കിൽ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരവധിയായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ നടത്തി. ഇവരുടെ പ്രഖ്യാപനങ്ങൾക്കൊന്നും ഒരു വിശ്വാസ്യതയില്ല. 2021 ഇവർ പറഞ്ഞു 1,600 രൂപയുടെ പെൻഷൻ 2,500 ആക്കുമെന്ന് പറഞ്ഞു. അധികാരത്തിൽ വന്നാൽ 4.25 വർഷക്കാലം ഒരു ചില്ലിക്കാശ് കൂട്ടിയില്ല. ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് 400 രൂപ കൂട്ടിയത്. അപ്പൊ ഇവർക്ക് 2 മാസം കൊടുത്താൽ മതി പെൻഷൻ കൂട്ടിയത്. അപ്പൊ കബളിപ്പിച്ചു. ഒരുപാട് പേര് അവർക്ക് വോട്ട് ചെയ്തു. 900 രൂപ കൂട്ടി കിട്ടും എന്ന് കരുതിയിട്ട് പാവങ്ങളായ ഒരുപാട് ആളുകൾ 2021 ഇവർക്ക് വോട്ട് ചെയ്തു. 4.25 വർഷക്കാലം അവരെ കബളിപ്പിച്ചിട്ട് 2,500 ആക്കിയില്ല, 400 രൂപ മാത്രം കൂട്ടി 2 മാസത്തേക്ക്. ഇതാണ് സ്ഥിതി. ഇനി ധനകാര്യമന്ത്രി പരിഹസിക്കുകയാണ്, ഖജനാവിൽ പൂച്ച വെറ്റിക്കിടക്കുകയാണെന്ന് പറഞ്ഞതിനെ കുറിച്ച്. ഞാൻ ചോദിക്കട്ടെ, പൂച്ച വെറ്റിക്കിടക്കുക അല്ലെങ്കിൽ
ഇവിടെ ലോക്കൽ ബോഡിയുടെ കോട്ടയം നഗരസഭാ ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇരിക്കുന്നുണ്ട്. മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തിലും പുല്ല് വെട്ടിയാൽ പോലും ഒരു ബില്ല് കൊടുക്കാൻ പറ്റില്ല. ഒറ്റ രൂപ പാസ്സാക്കിയില്ല. 5 ലക്ഷം രൂപയെ കൂടുതലുള്ള ഒരു ചെക്കും ട്രഷറിയിൽ മാറില്ല. 5 ലക്ഷത്തിൽ താഴെയുള്ള ചെക്ക് മാറുമെന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ അത് മേടിച്ചു വെക്കും, അത് കൊടുക്കൂല. ഇതാണ് ഖജനാവിലെ സ്ഥിതി. ഞാന് സാമ്പത്തിക സ്ഥിതി ഭദ്രമാണ്, ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുകയല്ല എന്ന് ധനകാര്യമന്ത്രി പറയുവാണെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ ഇരിക്കുന്ന മന്ത്രിമാർ വിവിധ വകുപ്പുകളിൽ നിന്ന് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള റെക്കമെൻഡേഷൻസ് തന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരെണ്ണം നടപ്പാക്കുമോ? ഏതെങ്കിലും ഒരെണ്ണം നടപ്പാക്കുമോ? എത്രയോ സ്ഥലങ്ങളിലാണ് പേയ്മെന്റ് കൊടുക്കാനുള്ളത്. പേയ്മെന്റ് സപ്ലൈകോയ്ക്ക് എത്ര ആയിരം കോടി കൊടുക്കാനുണ്ട്. കാശുണ്ടെങ്കിൽ കൊടുക്കുന്നേ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള 1ാമത്തെ സംസ്ഥാനം കേരളമാണ്. 12 മാസമായിട്ട് മാർക്കറ്റിൽ ഇടപെടാൻ പറ്റാത്തതുകൊണ്ടാണ് സപ്ലൈകോയ്ക്ക് കൊടുക്കാനുള്ളത് ആയിരക്കണക്കിന് കോടി രൂപയാണ്. കാശുണ്ടെങ്കിൽ കൊടുക്ക്. സാമ്പത്തിക നില ഭദ്രമാണ്. ഇത് എന്താണ്? ഇൻവെസ്റ്റേഴ്സിന്റെ പറുദീസയാണ്. ഇതൊക്കെ പറയാൻ കൊള്ളാം. ഇൻവെസ്റ്റേഴ്സിന്റെ പറുദീസ കേരളം. സാമ്പത്തിക നില ഭദ്രമാണെന്നാണ് ധനകാര്യമന്ത്രി പറയുന്നത്. ആദ്യം സപ്ലൈകോയ്ക്ക് പൈസ കൊടുത്ത് മാർക്കറ്റിൽ ഇടപെട്ട് ഇന്ത്യ ഈ 1ാം സ്ഥാനത്ത് നിന്ന് ഞങ്ങളുടെ കേരളത്തെ ഒന്ന് മാറ്റിത്താ. ഏത് വിലക്കയറ്റത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയിൽ 1ാം സ്ഥാനം 12 മാസമായിട്ട് ഒന്ന് മാറ്റിത്താ. ആശുപത്രിയിൽ മരുന്നില്ല. പാവപ്പെട്ട രോഗികൾക്ക് പുറത്തേക്ക് എഴുതി കൊടുക്കുകയാണ് മരുന്ന്. കാരണം എന്താ? മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ മരുന്ന് സപ്ലൈ ചെയ്യുന്നവർക്ക് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ കൊടുക്കാനുള്ളത് കോടികളാണ് കൊടുക്കാനുള്ളത്. LCT ബോർഡിന് കോടികളുടെ ബാധ്യതയാണ്. KSRTC 47,000 പേരുണ്ടായിരുന്നു ഉമ്മൻചാണ്ടി സാറ് മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ, ആ ഗവൺമെന്റ് ഉള്ള സമയത്ത്. ഇപ്പൊ എത്രയായെന്നറിയോ? ജീവനക്കാരുടെ എണ്ണം 23,000. എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും വാട്ടർ അതോറിറ്റി ഉൾപ്പെടെ തകർന്ന് തരിപ്പണമായിട്ടിരിക്കുകയാണ്. ഒരു പൈസ കൊടുക്കാൻ പറ്റില്ല. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്ക് സ്റ്റേറ്റിന്റെ ഷെയർ പോലും കൊടുക്കാൻ പറ്റുന്നില്ല പല പദ്ധതികൾക്കും. അത്രയും തകർന്ന് തരിപ്പണമായ ഒരു സമ്പദ് വ്യവസ്ഥ വെച്ചിട്ട് ആരാ നുണ പറയുന്നത്? മുഖ്യമന്ത്രിയോട് ഞാൻ ആരാ നുണ പറയുന്നത്? ഞാൻ ഇടുക്കി ജില്ലയിലെ പര്യടനം കഴിഞ്ഞിട്ട് ഇവിടെ വരുന്നത്. മുഖ്യമന്ത്രിയാണ് കട്ടപ്പന ബസ് സ്റ്റാൻഡിൽ പോയി പറഞ്ഞത് 18,000 കോടി രൂപയുടെ പാക്കേജ് ഇടുക്കിക്ക് പ്രഖ്യാപിച്ചു. ഇടുക്കിക്ക് 18,000 കോടി രൂപയുടെ പാക്കേജ് അവിടെ കൊടുത്തിരുന്നെങ്കിൽ അത് ദുബായ് ആയി മാറിയാണ്. 20 കോടി പോലും കൊടുത്തിട്ടില്ല. ആരാ നുണ പറയുന്നത്? പ്രതിപക്ഷം പച്ചക്കള്ളം പ്രചരിപ്പിക്കാമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ആരാണ് ജനങ്ങളെ കബളിപ്പിച്ചത്? ആരാ? 12,000 കോടി രൂപയുടെ പാക്കേജാണ് തീരദേശത്ത് പ്രഖ്യാപിച്ചത്. ഒരു പൈസയും ചെലവാക്കിയിട്ടില്ല. 7,000 കോടി രൂപയുടെ പാക്കേജാണ് വയനാട് ജില്ലയ്ക്ക് പ്രഖ്യാപിച്ചത്. ഒരു പൈസ ചെലവാക്കിയിട്ടില്ല. അപ്പൊ പ്രഖ്യാപിച്ച് ഞാൻ ധനകാര്യമന്ത്രിയോട് പറയാണ്, എന്തിനാണ് 7,000 കോടിയാക്കണം? ഒരു 70,000 കോടി പ്രഖ്യാപനം മാത്രമല്ലോ, ചെലവാക്കണ്ടല്ലോ. ഇതാണ് പരിപാടി. ജനങ്ങളെ കബളിപ്പിക്കുന്ന, ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന സർക്കാരാണ്. എന്നിട്ട് കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കുന്നത് അവരാണ്. പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്ന അവരാണ്. കബളിപ്പിക്കുന്നത് അവരാണ്. ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വിവിധ വകുപ്പുകളിൽ നടത്തിയിരുന്ന പിൻവാതിൽ, ഇനി ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം, പിൻവാതിൽ നിയമനം സ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ട് നടക്കുവാണ് എല്ലായിടത്തും. എവിടെ പിൻവാതിൽ നിയമനം നിയമവിരുദ്ധമായി സ്ഥിരപ്പെടുത്തിയാലും അതെല്ലാം പുതിയ ഗവൺമെന്റ് വരുമ്പോൾ പുനഃപരിശോധിക്കുകയും അത് റദ്ദാക്കുകയും ചെയ്യും. പൈസയില്ല, 5 പൈസയില്ല. എന്നിട്ട് വ്യാപകമായി PRD വഴി പ്രചരണം നടത്തുകയാണ്. സംസ്ഥാനത്ത് മുഴുവൻ കോടിക്കണക്കിന് രൂപയുടെ ഹോർഡിംഗ് വെച്ചേക്കുവാണ്. എല്ലാം ശരിയാക്കിയെന്നവരാണ്. KSRTCയിൽ മുഴുവൻ പരസ്യമാണ്. എല്ലാം തെരഞ്ഞെടുപ്പ് പ്രചരണം ജനങ്ങളുടെ ചെലവിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാര് സർക്കാരിന്റെ പ്രസിദ്ധീകരണങ്ങൾ വീടുകളിൽ കൊണ്ട് കൊടുക്കുകയാണ്. അവരുടെ ജോലി അതാണ്. ട്രൈബൽ കോളനികൾ സന്ദർശിക്കുകയാണ്. ഗവൺമെന്റ് മെഷീനറി മുഴുവൻ ദുരുപയോഗം ചെയ്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ നടത്തിയാണ്. ഏത് ക്യാമ്പയിൻ നടത്തിയാലും കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം, അവരൊന്നും മറക്കില്ല. അവർക്ക് എല്ലാ കാര്യങ്ങളെയും കുറിച്ച് കൃത്യമായ ഓർമ്മകളുണ്ട്. ശക്തമായ തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടുക തന്നെ ചെയ്യും. അതിനെന്താ തെറ്റ്? കേരളത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയല്ല ശ്രീ പിണറായി വിജയൻ. അദ്ദേഹം കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു നടനുമായിട്ട് ഒരു ഇന്റർവ്യൂ നടത്തിയ ഞങ്ങൾ അതിനൊന്നും പരിഹസിക്കില്ല, ഒരു തെറ്റുമില്ല. പക്ഷെ എനിക്ക് ഒറ്റ പ്രശ്നമുള്ളൂ. 2008 ഉമ്മൻചാണ്ടി ജയ്ഹിന്ദ് ചാനലുമായിട്ട് ഇതുപോലെ ഒരെണ്ണം നടത്തിയിരുന്നു. അന്നിട്ട പേരായിരുന്നു ഇരുവർ. ആ പേരെങ്കിലും മാറ്റായിരുന്നു. കൊല്ലം ഇത്രയില്ല. അല്ല, മോഹൻലാലുമായിട്ട് നടത്തിയില്ലൊന്നും യാതൊരു വിരോധവും നമുക്കില്ല. നല്ല കാര്യമല്ലേ? ഇടയ്ക്കൊന്ന് മുഖ്യമന്ത്രി ഒന്ന് ചിരിച്ച് നമ്മളൊന്നുകൂടി കാണട്ടെ. ചിരിച്ചൊക്കെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാറില്ലല്ലോ. 50 മിനിറ്റ് മറ്റേ ഓൾ ഇന്ത്യ റേഡിയോ ആണല്ലോ, മൻ കി ബാത്ത് ആണല്ലോ.
ഇങ്ങോട്ട് മാത്രം പറയണല്ലേ കേൾക്കാൻ പറ്റുള്ളൂ. അങ്ങോട്ട് ചോദിക്കണത് നേരത്തെ പ്ലാൻഡ് ആയിട്ടുള്ള 4 ചോദ്യമല്ലേ ചോദിക്കുന്നത്. ശരിക്കുള്ള 5ാമത്തെ ചോദ്യം വരുമ്പോൾ സമയമായി എന്ന് പറഞ്ഞാൽ അദ്ദേഹം എണീക്കാറില്ല പതിവ്. മോഹൻലാലിനോടെങ്കിലും മറുപടി പറയട്ടെ. സുപ്രീം കോടതി കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ KCന്റെയൊക്കെ വാദങ്ങൾ തള്ളിയിട്ട് സർക്കാരിന് എന്തുകൊണ്ട് വികസന കാര്യത്തിൽ അഭിപ്രായം ചോദിച്ചുകൂടെ, അതിനെന്താ തെറ്റ് എന്ന വിധത്തിൽ സുപ്രീം കോടതിയുടെ വിധി വന്നിരിക്കുകയാണ്. സുപ്രീം കോടതി സർവേ നടത്തുന്ന അനുമതി അല്ല, അതിലൊന്നും നമുക്ക് തെറ്റില്ല. സർക്കാർ നവകേരള സർവേ നടത്തുന്നതിൽ തെറ്റില്ല. പക്ഷേ ആദ്യം സർക്കുലർ ഇറക്കിയത് ആരാണ്? CPM സംസ്ഥാന കമ്മിറ്റിയാണ്. നവകേരള സർവേ നടത്താൻ CPM സംസ്ഥാന കമ്മിറ്റിക്ക് DYFIക്കാരെ CPMകാരെയും വെച്ച് നവകേരള സർവേ നടത്തിയിട്ട് സർക്കാരിന്റെ ഖജനാവിന്ന് ഞാനും ഇവരുമൊക്കെ നികുതി അടയ്ക്കുന്ന പൈസ എടുത്തിട്ട് സർക്കാരിന്റെ ക്യാമ്പയിൻ നടത്തണ്ടെന്നേ ഞങ്ങൾ പറഞ്ഞുള്ളൂ. ഹൈക്കോടതി നല്ല വിധിയായിരുന്നു. അത് ആദ്യത്തെ ഒരു സ്റ്റേ കൊടുത്തതേ ഉള്ളൂ. അതിന്റെ ഹിയറിംഗ് നടക്കുമ്പോൾ ആ സ്റ്റേ പിൻവലിക്കും. ഞങ്ങൾ കേസ് നടത്തിക്കോളാം, ഞങ്ങൾ സുപ്രീം കോടതി നടത്തും. അത് മറന്നുപോയി. ഇപ്പൊ ഇന്നലെ വേറൊരു ഇത് ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയല്ലോ, ഡാറ്റ മോഷ്ടിച്ചതിന്. മോഷണ കേസാണ്, ഡാറ്റ മോഷണ കേസാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസുമാണ് പ്രതികളാകേണ്ടത്. സാധാരണക്കാരന്റെ ഡാറ്റ അവന്റെ അറിവില്ലാതെ അത് ദുരുപയോഗം ചെയ്തു പാടില്ല എന്നുള്ള ഹൈക്കോടതി വിധി നേരത്തെ ഉണ്ട്. അപ്പൊ ഇന്നലെ കോടതി രൂക്ഷമായ ഭാഷയിലാണ് ഇനി ഒരു മെസ്സേജ് പോലും അയക്കരുതെന്ന് പറഞ്ഞു. ഇത് ഓർപ്പിച്ച നന്നായി, മറ്റേത് പറയാൻ പറ്റില്ല. ഈ ഡേറ്റ ചോർത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ വൈക്കം മണ്ഡലത്തിലാണെങ്കിലും വട്ടിയൂർക്കാവ് മണ്ഡലത്തിലാണെങ്കിലും സ്വകാര്യ ഏജൻസിയാ പ്രദേശത്തെ സ്ഥാനാർത്ഥികളാണ്. വട്ടിയൂർക്കാവിലാണെങ്കിൽ K മുരളീധരന് നിങ്ങൾക്ക് മാർക്കിടാം, വീണ S നായർ മാർക്കിടാം, വൈഷ്ണവിക്ക് മാർക്കിടാം എന്ന് പറഞ്ഞുകൊണ്ട് സന്ദേശങ്ങൾ പോവുകയാണ്. പല മണ്ഡലങ്ങളിലും ഇത്തരത്തിൽ സർവേ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് കോൺഗ്രസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏജൻസിയാണോ? അതിനെക്കുറിച്ച് എനിക്കറിയില്ല. ഞാൻ UDF ചെയർമാനാണ്. UDFO അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി അങ്ങനെ ഒരു സർവേ നടത്തണം. ശബരിമല സ്വർണ്ണക്കേസില് ഇതുവരെ സ്വർണം പിടിച്ചെടുത്തിട്ടില്ല. തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് കൂടാതെ പറയും. ഇപ്പോഴും തന്ത്രിയോട് അനുവദിക്കാൻ പറയുന്നത് മന്ത്രി രക്ഷിക്കാൻ വേണ്ടിയാണ് അറസ്റ്റ് ചെയ്യുന്നത് പറയുന്നത്. യഥാർത്ഥത്തില് ഈ തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിന്റെ പിറ്റേ ദിവസം ജനുവരി 11 ഞാൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു, തന്ത്രിയെ പോലെ ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് കാര്യത്തിനാണ് അറസ്റ്റ് ചെയ്തത്, ഏത് കുറ്റകൃത്യമാണ് അദ്ദേഹം ചെയ്തത്, എന്ത് പങ്കാളിത്തമാണ് ശബരിമല സ്വർണ്ണമോഷണത്തിൽ തന്ത്രിക്കുള്ളത് എന്ന് പൊതുസമൂഹത്തോട് പറയാനുള്ള ബാധ്യത SITക്ക് ഉണ്ട്. തന്ത്രിയെ മാത്രമല്ല, മുൻ മന്ത്രിയെ അറസ്റ്റ് ചെയ്താലും അത് പറയണം. പക്ഷെ പറഞ്ഞില്ല. ഞാനത് പറയാൻ കാരണം റിമാൻഡ് റിപ്പോർട്ട്, ഞാനൊരു അഭിഭാഷകനാണ്. ആ റിമാൻഡ് റിപ്പോർട്ട് വായിച്ചപ്പോ എനിക്കത് അത്ഭുതം തോന്നി. വളരെ അവ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ കോടതി പറഞ്ഞിരിക്കുന്നു ഒരു തെളിവിന്റെ കണിക പോലും ഇല്ലാതെയാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തത്. അപ്പൊ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് SITയുടെ മീതെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന ആരോപണം, ഞങ്ങൾ ഉന്നയിച്ച ആരോപണം ശരിവെക്കുന്നതാണ്. അപ്പോ ഇപ്പൊ തന്ത്രിക്ക് എന്തിനാണ് പ്രത്യേക പരിരക്ഷ എന്നാണ് മന്ത്രിമാർ ചോദിക്കുന്നത്. ഒരു പരിരക്ഷയും വേണ്ട, ഒരു പൗരനുള്ള പരിരക്ഷ വേണ്ടേ? ഒരു ഇൻവോൾവ്മെന്റും ഇല്ലാതെ എന്ത് കാര്യം, എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തതെന്ന് ഇപ്പോഴും പറയാൻ പറ്റുന്നില്ല. അതാണ് കേസ്. 1. 2, ഇവർക്ക് ആർക്കും ഇപ്പോഴും ജാമ്യം കൊടുക്കുന്നില്ല. സുപ്രീം കോടതി ഓടിക്കുകയാണ് ജാമ്യത്തിന് ചെല്ലുമ്പോൾ. പക്ഷേ പ്രാഥമിക കുറ്റപത്രം പോലും കൊടുക്കാതെ ഈ പ്രതികൾക്ക് മുഴുവൻ സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള അന്തരീക്ഷമാണ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. ഇപ്പൊ തന്നെ തെളിവില്ല. ഇനി ഇവര് പുറത്തിറങ്ങിയ ഉള്ള തെളിവും കൂടി നശിപ്പിച്ചാൽ ഞങ്ങൾ ഭയപ്പെടുന്നു, ഞങ്ങൾക്ക് ഉത്കണ്ഠയുണ്ട്. അതായത് ശബരിമല കേസ് ഒരു തെളിവുമില്ലാതെ ഈ പ്രതികളെല്ലാം രക്ഷപ്പെട്ട് പോകുന്ന രീതിയിൽ അപകടത്തിലെത്തുമോ എന്നുള്ള ഉത്കണ്ഠ പ്രതിപക്ഷത്തിനുണ്ട്. ഞങ്ങളത് നിയമസഭയ്ക്കകത്തും പുറത്തും പങ്കുവച്ചിട്ടുണ്ട്. അല്ല, ഇതിപ്പോ എല്ലാവരും പുറത്തിറങ്ങിയ പിന്നെന്താ കേസ്? തെളിവില്ലെങ്കിൽ പിന്നെന്താ കേസ്? കുറ്റപത്രം പോലും സമർപ്പിക്കാൻ പറ്റുന്നില്ല, പിന്നെന്താ കേസ്? പ്രധാനമന്ത്രിയുടെ സന്ദേശം വരുന്നുണ്ട്, അതിന് UDFന് എതിർപ്പില്ല എന്നാണ് LDF പറയുന്നത്. പക്ഷേ മുഖ്യമന്ത്രി സന്ദേശം അയച്ചതുകൊണ്ടാണ് ഇത്രമാത്രം എതിർപ്പ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അത് പറ്റുമോ? ആര് ഡേറ്റ മോഷണം നടത്തിയാലും തെറ്റാണ്. അതുകൊണ്ട് പ്രധാനമന്ത്രി ഡേറ്റ മോഷ്ടിച്ചെന്ന് ഓർത്തോട്ട് മുഖ്യമന്ത്രിയും ഡേറ്റ മോഷ്ടിക്കാൻ ഇറങ്ങാമോ? ഡേറ്റ മോഷണമാണ്. മാത്രമല്ല ഈ ഡേറ്റ ആളുകൾ കോടിക്കണക്കിന് രൂപയ്ക്ക് മേടിക്കാനുള്ള കമ്പനികളുണ്ട്. ഉദാഹരണത്തിന് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ ഈ ഡേറ്റ, ഹെൽത്ത് ഡാറ്റയും കൂടി ഉണ്ടാവും. ഇതിന് വലിയ പൈസയ്ക്ക് മേടിക്കും. അവർക്ക് വലിയ താല്പര്യമുള്ളതാണ്. ഇത് കോടിക്കണക്കിന് രൂപയ്ക്ക് വിൽക്കപ്പെടും, ദുരുപയോഗം ചെയ്യപ്പെടും. മറ്റേ ഫ്രോഡ് നടക്കും ഇതിനകത്ത്. ഈ ഒരുപാട് ഫ്രോഡ്, ഡിജിറ്റൽ ഫ്രോഡുകൾ നടക്കാൻ ഈ ഡാറ്റയെ മിസ്യൂസ് ചെയ്യും. അതങ്ങനെയാണ്. അതുകൊണ്ടാണ് കോടതി പറഞ്ഞത്.
അല്ല എന്തിനാ കേസ് കൊടുക്കണം? ആരെങ്കിലും സർവേ നടത്തുന്നതിന് ഞങ്ങൾ എന്തിനാ കേസ് കൊടുക്കണം? ഇവിടെ എത്ര ചാനലുകൾ സർവേ നടത്തുന്നുണ്ട്, ഞങ്ങൾ എന്തിനാ കേസ് കൊടുക്കാൻ പോകണം സർവേ നടത്തുന്നതിന്? അതിനെന്താണ് അവര് നടത്തിക്കോട്ടെ. അതിനെന്താ? കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ കുറിച്ച് മിണ്ടിപ്പോകരുത്, UDF സ്ഥാനാർത്ഥികളെ കുറിച്ച് പറഞ്ഞു പോകരുത്. ആർക്കാണ് വിജയസാധ്യത? അല്ല കേൾക്ക്, ആർക്കാണ് വിജയസാധ്യത എന്ന് അന്വേഷിക്കരുത്. അതെന്താ? ഞാൻ ആര് സർവേ നടത്തിയാലും എനിക്ക് യാതൊരു വിരോധം. അത് മറ്റേ സ്പാർക്കിൽ നിന്ന് അത് മോഷ്ടിച്ചു. ഔദ്യോഗിക സംവിധാനം ഉപയോഗിച്ച് സ്പാർക്ക് ഗവൺമെന്റ് വിചാരിച്ചാൽ മോഷ്ടിക്കാൻ പറ്റില്ലേ? ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരില്ലേ അതിന്റെ കസ്റ്റോഡിയൻസ്, അവരോട് പറഞ്ഞിട്ട് ആ ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞിട്ട് ആ മോഷ്ടിച്ച് ആ ഡേറ്റ ഉപയോഗിച്ചുകൊണ്ട് മറ്റ് കാര്യങ്ങൾ സർക്കാരിന്റെ കാര്യങ്ങൾ ചെയ്തു. അത് തന്നെയല്ലേ ഇത്? ഇപ്പൊ നവകേരള സർവേയുടെ കാര്യം നിങ്ങൾ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ശബ്ദ സന്ദേശം ഉണ്ടല്ലോ, തുടർ ഭരണം ഉറപ്പുവരുത്തണമെന്ന് ഇല്ലേ? നവകേരള സർവേ നടത്തുമ്പോൾ തുടർ ഭരണം ഉറപ്പുവരുത്തണം. തുടർ ഭരണം ഉറപ്പുവരുത്താൻ നാട്ടുകാരുടെ പൈസ വെച്ചല്ല, അത് പാർട്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പൈസ ഇറക്കണം. മനസ്സിലായ? നാട്ടുകാരുടെ നികുതി പണം ഉപയോഗിച്ചല്ല തുടർ ഭരണം ഉണ്ടാക്കണം. മുഖ്യമന്ത്രിയുടെ ശബ്ദ സന്ദേശമുണ്ട്, തുടർ ഭരണം ഉറപ്പാക്കണമെന്ന്. അത് പാർട്ടിക്കാരെ വെച്ചുകൊണ്ട് നാട്ടുകാരുടെ പൈസ മേടിച്ചിട്ട് നവകേരള സർവേ നടത്തണ്ട. അതേ ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങളെ എതിർക്കും, തടയുകയും ചെയ്യും. അല്ല, അത് തടയുകയും ചെയ്യും, ഞങ്ങൾ തടയുകയും ചെയ്യും. അത് സുപ്രീം കോടതിയിലേക്ക് കേസിന്റെ ഹിയറിംഗ് നടന്നിട്ടില്ലല്ലോ. അതൊക്കെ വേണേ പറഞ്ഞു. അതൊക്കെ ഞാൻ മന്ത്രി ഉണ്ടല്ലോ, ആ രാജീവിനോട് ചോദിക്കേ. അതായത് തന്ത്രിക്ക് ജാമ്യം കൊടുത്ത കോടതിയെ നിയമമന്ത്രിയാണ് വിമർശിച്ചിരിക്കുന്നത്. വേണമെങ്കിൽ ആ കൈരളിയിലെ ദേശാമ്മ എല്ലാം അങ്ങനെ വാർത്ത എഴുതിക്കും, എനിക്കൊരു കുഴപ്പമില്ല. സംസ്ഥാനത്തെ ആരോഗ്യമേഖല പൂർണ്ണമായും തകർന്നിട്ടും അത് മാധ്യമങ്ങളുടെ പ്രദേശത്തെ സൃഷ്ടികളാണ്. എല്ലാ ദിവസവും വരുന്ന റിപ്പോർട്ടുകൾ കണ്ടല്ലോ, എല്ലാ ദിവസവും വരുന്ന റിപ്പോർട്ടുകൾ. ആ മന്ത്രിയോട് ഏതെങ്കിലും ഒരു വലിയ ഹോള് വാടകയ്ക്ക് എടുക്കാൻ പറ. എന്നിട്ട് അവരെ അന്വേഷിക്കാൻ അയച്ചേക്കണ റിപ്പോർട്ടുകൾ ഈ ഒറ്റപ്പെട്ട സംഭവങ്ങളിലെ എല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങളിൽ അവർ റിപ്പോർട്ട് തേടിയിരിക്കുന്നതും അതിന് കിട്ടിയിരിക്കുന്ന മറുപടി റിപ്പോർട്ടും കൂടി വോളിയംസ് ഉണ്ട്. ഒരു ഹോള് വാടകയ്ക്ക് എടുക്കാൻ പറയും ഇതെല്ലാം വെക്കാൻ വേണ്ടിയിട്ട്. സെക്രട്ടേറിയറ്റ് പോലും സൗകര്യം ഉണ്ടാവില്ല. ഒറ്റപ്പെട്ട സംഭവങ്ങൾ കേരളത്തിലെ. സംസ്ഥാനത്തെ ആംബുലൻസ് ലോബി, അതായത് അപകടങ്ങളിൽ ഉണ്ടാകുന്ന ആളുകളെയൊക്കെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഒരു ആംബുലൻസ് ഡ്രൈവർമാർക്ക് കമ്മീഷൻ കൊടുത്ത് അങ്ങനത്തെ ഒരു ലോബി പ്രവർത്തിക്കുന്ന ഒരു പൊതുവേദിയിൽ പ്രസംഗിച്ചിട്ടുണ്ട് ആരോഗ്യമന്ത്രി. അല്ല, അത് നിയന്ത്രിക്കാനല്ല അവരൊക്കെ അധികാരത്തിലിരിക്കുന്നത്. പോലീസും സംവിധാനങ്ങളും എല്ലാം ഉള്ള ഗവൺമെന്റിലിരിക്കുന്ന ആളുകൾ പ്രതിപക്ഷമാണ് ആംബുലൻസ് ലോബിയെ നിയന്ത്രിക്കേണ്ടത്. ആംബുലൻസ് ലോബി ഉണ്ടെന്ന് ആരോഗ്യമന്ത്രിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആംബുലൻസ് ലോബിയെ നിയന്ത്രിക്കേണ്ടത് ഗവൺമെന്റാണ്. പോലീസും സംവിധാനങ്ങളും ഉണ്ട്. ഇങ്ങനെ ലോബിയിങ് നടത്തി പാവപ്പെട്ട രോഗികളെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് പ്രസംഗിക്കുകയല്ല വേണ്ടത്, നടപടിയെടുക്കുകയാണ് വേണ്ടത്. അങ്ങയുടെ സന്ദർശനം നടത്തുന്ന ഇന്നത്തെ ദിവസം ഇപ്പൊ രമേശ് ചെന്നിത്തല ഓർത്തഡോക്സ് സഭാ സ്ഥാനത്ത് NSS സന്ദർശനം നടത്തുന്നുണ്ട്. അങ്ങയുടെ അറിവോടുകൂടിയാണ്. അതെന്തിനാ എന്റെ അറിവ് അദ്ദേഹത്തിന് പോകാൻ വേണ്ടിയിട്ട്? ഭയങ്കര ചോദ്യമുള്ള രമേശ് ചെന്നിത്തലയ്ക്ക് ഓർത്തഡോക്സ് സഭ ആസ്ഥാനത്ത് പോകണമെങ്കിൽ അദ്ദേഹം എന്റെ നേതാവാണ്. മനസ്സിലായേ? അദ്ദേഹത്തിന് എന്റെ അനുമതി എന്തിനാ? എന്നല്ല, അല്ലല്ല. അതെന്താ? എന്താ ഞാൻ പോയിട്ടില്ല? ഞാൻ പോവല്ലോ ഓർത്തഡോക്സ് സഭ ആസ്ഥാനത്ത്, ഞാൻ പോവല്ലോ. അല്ല, കേൾക്ക്. ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് എന്താ? ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഏത് സമുദായത്തിന് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞങ്ങൾ സംസാരിക്കും, അവരെ ഞങ്ങൾ സഹായിക്കും. അവരുടെ പ്രശ്നത്തിനെന്താണ് എല്ലാ സ്ഥലത്തും പോകും. ഞാൻ പോവല്ലോ എല്ലായിടത്തും. എന്താ ഈ പറയണത്? ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇയാൾക്ക് മനസ്സിലായില്ലേ? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്താ പറയുന്നത്? അത് നിങ്ങൾക്ക് മനസ്സിലാകാത്തതിന് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അത് ചോദ്യം കേട്ടില്ലേ? ചോദ്യം കേട്ടില്ലേ? രമേശ് ചെന്നിത്തല ഓർത്തഡോക്സ് സഭ ആസ്ഥാനത്ത് പോകണതിന് എന്റെ അനുമതി വേണമെന്ന്. അദ്ദേഹം അവിടെ സംസാരിച്ചൊരു കാര്യമുണ്ട്. ഓർത്തഡോക്സ് സഭയായിട്ട് കൂടിക്കാഴ്ച നടത്തിയതിൽ രാഷ്ട്രീയമുണ്ടെന്നും കൂടി അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് എന്താ കുഴപ്പം? ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പിന് ഞങ്ങൾക്ക് എല്ലാവരും പിന്തുണ കൊടുക്കണമെന്ന് പറയുന്നത് തെറ്റെന്താ? കേൾക്ക്. അല്ലല്ല. നിക്കി, ആരോട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോ ഞങ്ങൾക്ക് പിന്തുണ വേണമെന്ന് എല്ലാ വിഭാഗം ആളുകളോടും സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും ചോദിക്കാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. വർഗീയത പറയരുതെന്നാണ് പറഞ്ഞത്. വർഗീയത പറഞ്ഞാൽ എതിർക്കുന്ന പറഞ്ഞ വർഗീയത കേൾക്ക്. വർഗീയത പറഞ്ഞാൽ അതിനെ എതിർക്കുന്ന പറഞ്ഞ വർഗീയത തിണ്ണ നിറങ്ങലും പോയി കാണലും തമ്മിൽ വ്യത്യാസമുണ്ട്. മനസ്സിലായോ? തിണ്ണ നിറങ്ങാൻ അവിടെ കിടക്കണ്ടെന്നാണ് അതിന്റെ അർത്ഥം.
ഇണ്ണ നിറങ്ങുക എന്നുള്ള വാക്കും സന്ദർശിച്ചു എന്നുള്ള വാക്ക് രണ്ടാണ്. കേരള സ്റ്റോറിയായിട്ട് ബിജെപി വരുന്നുണ്ട്. പക്ഷെ അവരുടെ നേതാക്കൾ അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാണ്. കോൺഗ്രസിന്റെ നിലപാട് എന്താണ്? അല്ല, കോൺഗ്രസ് അതിശക്തമായ നിലപാടാണ് കേരള സ്റ്റോറി. കേരളത്തെ അപമാനിക്കുന്നതിന് വേണ്ടി, കേരളത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി മതസ്പർദ്ധ ഉണ്ടാക്കുന്നതിനും വർഗീയ വിഭജനം ഉണ്ടാക്കുന്നതിനും വേണ്ടി കേന്ദ്ര സർക്കാരിന്റെ കൂടെ പിന്തുണയോടുകൂടി സംഘപരിവാറിന്റെ പിന്തുണയോടുകൂടിയാണ് അത് നടക്കുന്നത്. അതിന് ഞങ്ങൾ എന്തു വില കൊടുത്ത് എതിർക്കും. അത് വർഗീയ വിഭജനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളെയും ഞങ്ങൾ ചെറുത്തു തോൽപ്പിക്കും. അവരെ എതിർക്കണമല്ലോ, അവര് കൂടി എതിർക്കണ്ടല്ലേ. ആഗോള അയ്യപ്പ സംഗമത്തിൽ അഴിമതി ഇത്രയും കണ്ടെത്തിയിട്ടും ഇതുവരെ നടപടി അത് നടപടി ഉണ്ടാവില്ല. കാരണം കട്ടവര് തന്നെയല്ലേ നടപടി എടുക്കേണ്ടത്. കട്ട ആളുകൾ തന്നെ, മോഷ്ടിച്ച ആളുകൾ തന്നെയല്ല നടപടി എടുക്കേണ്ടത്. മോഷ്ടിച്ചവരാണ്. 600 പേര് പങ്കെടുത്ത പരിപാടിക്ക് 12 കോടി രൂപ ചെലവാക്കിയിട്ട് ആ കാശ് വരെ അടിച്ചു മാറ്റിയില്ലേ. സ്പോൺസർഷിപ്പിന്റെ കണക്ക് പോലും ഇല്ല. എവിടെ നിന്നൊക്കെ സ്പോൺസർഷിപ്പ് കിട്ടിയത്? ഇല്ലാത്ത വൗച്ചർ എഴുതി കള്ളക്കണക്ക് ഉണ്ടാക്കി അയ്യപ്പന്റെ പേരിൽ നടത്തിയ തട്ടിപ്പാണ്, വെട്ടിപ്പാണ്. നിർത്താറായിട്ടില്ല ഇവര്. ഇപ്പോഴും അത് തന്നെയാണ്. സ്വർണം മോഷ്ടിച്ചിട്ടും മതിയായില്ല, പിന്നെയും തുടരുക. പക്ഷേ